നമസ്കാരം. ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രത്തിലെ നാൾവഴികളിൽ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഓർമ്മകൾക്ക് 2024 ഏപ്രിൽ 13 105 വയസ്സ് തികയുന്നു. വൈശാഖി ആഘോഷാരവങ്ങൾ ഒരു കൂട്ടനിലവിളിയിൽ അലിഞ്ഞുപോയ ദിനം 1919 ഏപ്രിൽ 13. ഇന്നും ഏതൊരു ഇന്ത്യക്കാരൻ്റെയും രക്തം തിളപ്പിക്കുന്ന നെഞ്ചിടിപ്പ് കൂട്ടിയ സംഭവം. എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പശ്ചാത്തലമായത്? ഇന്നത്തെ ക്ലാസ് നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം കടുത്ത ഭക്ഷ്യക്ഷാമത്തിലും ദുരിതത്തിലും കഴിഞ്ഞ ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കടുത്ത നികുതികൾ അടിച്ചേൽപ്പിച്ചു. ഇത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഇന്ത്യക്കാർ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങളെ വകവയ്ക്കാതെയും അതിനെ എതിർക്കാനും തുടങ്ങി. ഇതിനെ തുടർന്ന് സ്വതന്ത്ര സമരം ഇന്ത്യയിൽ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഗാന്ധിജിയെ പോലുള്ള സ്വതന്ത്ര സമര സേനാനികളുടെ രംഗപ്രവേശം ബ്രിട്ടീഷുകാരെ വല്ലാതെ ചൊടിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങൾ വകവയ്ക്കാതെ അവർക്കെതിരെ പോരാടുന്ന ഇന്ത്യക്കാർ. ഇത് മാത്രമല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയത എന്ന ആശയം ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ ഉടലെടുത്ത് തുടങ്ങിയത്. ഇതും എന്തിന് കാരണമായി? ബ്രിട്ടീഷുകാരുടെ വിദ്വേഷം കൂട്ടാൻ കാരണമായി. ഇതിനെ വേരോടെ നശിപ്പിക്കാനായി ബ്രിട്ടീഷുകാർ എടുത്ത നടപടിയുടെ ഫലമായി രൂപം കൊണ്ട കരിനിയമമാണ് റൗലറ്റ് ആക്ട്. എതിർക്കുന്നവരുടെ ശബ്ദം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന കരിനിയമം, അതാണ് റൗലറ്റ് ആക്ട്. 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കി. വാറണ്ട് കൂടാതെ ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കലിലടയ്ക്കാനും റൗലറ്റ് നിയമം ഗവൺമെൻറ്റിന് അധികാരം നൽകി. റൗലറ്റ് നിയമത്തിനെതിരെ പോരാടാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ ഇന്ത്യയൊട്ടാകെ പ്രതിഷേധ മുറകൾ അലയടിച്ചു. കരിനിയമം പിൻവലിക്കും വരെ പോരാട്ടം എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ ജനത തെരുവുകളിൽ പ്രതിഷേധങ്ങളുമായി നിലയുറപ്പിച്ചു. പഞ്ചാബിലും ബംഗാളിലും പലയിടങ്ങളിലും പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായി. പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധങ്ങളുടെ ആഘാതം കൂടി. ഇതിനെ തുടർന്ന് 1919 ഏപ്രിൽ 6 ഗാന്ധിജി ദേശവ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. തുടർന്നുള്ള അക്രമ സംഭവങ്ങളിൽ 5 ബ്രിട്ടീഷുകാരും 20-ലേറെ ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടു. 1919 ഏപ്രിൽ 11 ജനറൽ ഡയർ അമൃത്സർ നഗരത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുന്നതും പട്ടാള നിയമം നടപ്പാക്കുന്നതും. പിന്നീട് പ്രതിഷേധ പ്രകടനങ്ങൾ പോയിട്ട് ഒത്തുചേരൽ പോലും വിലക്കപ്പെട്ടിരുന്നു അവിടെ. പഞ്ചാബിലെ പ്രശസ്ത നേതാക്കളായ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരെ റൗലറ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജനങ്ങൾ ഒരു വമ്പിച്ച യോഗം വിളിച്ചുകൂട്ടി. പഞ്ചാബിലെ വൈശാഖി ഉത്സവ ദിനമായിരുന്നു അന്ന്. 3 ഭാഗവും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രവേശന കവാടം മാത്രമുള്ള ഒരു മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. ഏകദേശം 20,000 പേർ വരുന്ന നിരായുധരായ ജനങ്ങളായിരുന്നു അവിടെ തടിച്ചുകൂടിയത്. സമാധാനപരമായ ഒരു യോഗമായിരുന്നു അവിടെ നടന്നിരുന്നത്. ഈ യോഗസ്ഥലത്ത് ജനറൽ ഡയർ തൻ്റെ സൈന്യവുമായി കടന്നു വരികയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്കെതിരെ വെടിയുതിർക്കാൻ ഓർഡർ ചെയ്യുകയും ചെയ്തു. വെടിയുണ്ടകൾ തീർന്നു പോകുന്നതുവരെ വെടിവെപ്പ് തുടരുകയും അതുവഴി 100 കണക്കിന് ആളുകൾ കൊലപ്പെടുകയും ചെയ്തു. നിരായുധരായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ബ്രിട്ടീഷ് വെടിവെപ്പിൽ മരിച്ചു വീണു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പ്രാണരക്ഷാർത്ഥം കുട്ടികളടക്കം നിരവധി പേർ മൈതാനത്തിലെ കിണറ്റിൽ അഭയം പ്രാപിച്ചു. ക്ഷണനേരം കൊണ്ട് തന്നെ ആ മൈതാനം ഒരു ശവപ്പറമ്പായി മാറി. ഇന്ത്യ കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമായി ജാലിയൻ വാലാബാഗ് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൻ്റെ വീറും വാശിയും ഉണർന്നു. എല്ലാ യുദ്ധമര്യാദകളും ധാർമ്മികതയും ലംഘിച്ചായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഈ നടപടി. ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തനിക്ക് ലഭിച്ച കൈസർ-ഇ-ഹിന്ദ് പദവിയും ടാഗോർ തനിക്ക് ലഭിച്ച സർ പദവിയും ഉപേക്ഷിച്ചു. പ്രതിഷേധങ്ങൾ കനത്തതോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ജാലിയൻ വാലാബാഗ് സംഭവത്തെ മൃഗീയം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഈ സംഭവത്തോടെ ഉദ്യോഗത്തിൽ നിന്നും ഡയർ പുറത്തായെങ്കിലും ബ്രിട്ടനെ അനുകൂലിക്കുന്നവരുടെ ഇടയിൽ ഡയർ നായകനായി. ജനങ്ങളെ പിരിച്ചുവിടാനല്ല, പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇത് ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിന് പിന്നീടുള്ള വാദം. പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ഡീപ്ലി ഷെയിംഫുൾ
ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചതും ഖേദം പ്രകടിപ്പിച്ചതൊന്നും ജാലിയൻ വാലാബാഗിൽ മരിച്ചു വീണ ഇന്ത്യക്കാരുടെ രക്തക്കറകൾക്ക് പകരമാകില്ല. കാലത്തിൻ്റെ മാപ്പ് പറച്ചിൽ കാത്തു നിൽക്കാതെ ഉദ്ധം സിംഗ് എന്ന ധീരദേശാഭിമാനി പകരം ചോദിച്ചതും ചരിത്രമാണ്. ബ്രിട്ടൻ്റെ മണ്ണിൽ ചെന്ന് 1940 മാർച്ച് 13 വൈകുന്നേരം ലണ്ടനിലെ കാസ്റ്റൺ ഹാളിൽ വെച്ച് ജനറൽ ഡയറിനെ അദ്ദേഹം വെടിവെച്ചു വീഴ്ത്തി. സമാധാനപരമായി യാതൊരു സായുധ മുറകളുമില്ലാതെ യോഗം ചേർന്ന ഒരു കൂട്ടം ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തച്ചുടച്ച ബ്രിട്ടീഷുകാരുടെ കൊടും ക്രൂരതയുടെ തെളിവാണ് പഞ്ചാബിലെ അമർ ജ്യോതിയിലെ എരിയുന്ന തീ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ നസ്റിൻ. താങ്ക് യു.